ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ കുറച്ച് പേർ കേട്ട ഡൗട്ടിനുള്ള മറുപടിയാണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മുമ്പ് പലരും കേട്ടിരുന്ന ഒരു ഡൗട്ടാണ്, നമുക്ക് എതീരിയത്തിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എതീരിയത്തിൽ നിങ്ങൾക്ക് വന്നിട്ട് സേഫായിട്ട് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രോജക്റ്റാണ് എതീരിയം എന്ന് പറയുന്നത്. ഏകദേശം 400-500 USD ഉണ്ടായിരുന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എതീരിയം താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഏകദേശം 4,500 USD വരെ നമ്മുടെ എതീരിയം പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും എതീരിയം ഡൗൺ ആയി വന്ന ടൈം 1000 USD വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും വന്നിട്ട് എതീരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പം കാണാൻ വേണ്ടി പറ്റും. എതീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 2022 ശേഷം ഏകദേശം 4000 USD അടുപ്പിച്ചിട്ട് ആയിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എതീരിയം, ബിറ്റ്കോയിൻ, ഇതിൽ രണ്ടിലായിരിക്കും അവർ കൂടുതൽ വന്നിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എതീരിയം അങ്ങനെ നമ്മുടെ 4000 USD പ്രൈസ് റേഞ്ച് അടുപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് എതീരിയം ഇനിയും നമുക്ക് എതീരിയം ഡൗൺ എന്ന രീതിയിലോട്ട് വരികയാണെങ്കിൽ ബൈ ചെയ്യാമോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, 4000 USD നിന്ന് വീണ്ടും 1000 USD വരുന്ന ടൈം ഞാൻ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് പറയുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ആ ഒരു ടൈം വന്നിട്ട് വീണ്ടും എതീരിയം ബൈ ചെയ്യാവുന്നതാണ്. ആ ഒരു ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1000 USD വന്ന ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ഫണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എതീരിയം, ബിറ്റ്കോയിൻ്റെ അകത്ത് ഫണ്ട് കൂടുതൽ ഈ കറക്റ്റ് പ്രൈസ് റേഞ്ചിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ബിറ്റ്കോയിൻ, എതീരിയം കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യാം. പക്ഷെ മറ്റുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഫണ്ട് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എതീരിയം, ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഫണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, നല്ലൊരു റിട്ടേൺ തന്നെ എതീരിയത്തിൻ്റെ അകത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എതീരിയം എന്നൊക്കെ പറയുന്നത് 4000 USD ഒക്കെ എന്ന് പറയുന്നത് അത്ര വലിയ ഹൈ ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പ്രോഫിറ്റാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പലർക്കും പ്രോഫിറ്റാണ്. പക്ഷേ എതീരിയം ഒക്കെ എന്ന് പറയുന്ന 10,000 USD, 15,000 USD ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകും. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഓക്കെ, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഈ ഒരു പ്രൈസിലൊന്നും വന്നിട്ട് ബൈ ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ട്രേഡേഴ്സിനാണെങ്കിൽ സ്കാൽപ്പ് ചെയ്യാനുള്ള അവസരം നമ്മുടെ എതീരിയത്തിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളിയോ അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും ടോപ്പ് പോയ പ്രൈസ് എന്ന് പറയുന്നത് 1,04,000. ഇനി എക്സ്ചേഞ്ചിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ പ്രൈസ് നോക്കുക. ചില എക്സ്ചേഞ്ചിൽ 1,04,000 USD പോയിട്ടുണ്ട്, ചില എക്സ്ചേഞ്ചിൽ 1,03,000, ചില എക്സ്ചേഞ്ചിൽ 3,500. ഇനി ഡൗൺ എന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഓരോ എക്സ്ചേഞ്ച് പോയിട്ട് നോക്കുക. ചില എക്സ്ചേഞ്ച് 92,000, ചില എക്സ്ചേഞ്ച് 90,500. ഇങ്ങനെ ഓരോ എക്സ്ചേഞ്ചിലും ഒരു 1,000-500ൻ്റെയൊക്കെ ആവറേജ് വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. ഓരോ എക്സ്ചേഞ്ചിലെ ഓളിയത്തിനനുസരിച്ചിട്ടിരിക്കും. ഇവിടെയാണ് ഏറ്റവും അധികം നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്ലേസാണ്. ഞാൻ 98,000 USD നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തിയ ടൈം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനിയായിരിക്കും കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് ഇന്ന് തന്നെ തുടങ്ങാം. ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സൈഡ് വേസ് ആണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വീണ്ടും ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വേണമെങ്കിൽ ചേഞ്ച് ആക്കി പോകാം. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് ഇന്ന് ശനിയാണ്, സാറ്റർഡേ മാർക്കറ്റ് ഓപ്പൺ അല്ല. നാളെ ഞായർ ഇന്ത്യൻ ടൈം രാത്രി ഒരു 11 മണിക്ക് ശേഷം, 12 മണിക്ക് ശേഷം മാർക്കറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മുടെ തിങ്കളാഴ്ച നിങ്ങൾക്കൊരു 3 മണി ഇന്ത്യൻ ടൈം, 3 മണി 4 മണിക്ക് ശേഷം മാർക്കറ്റ് വോളിയം കൂടുതൽ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തൊരാഴ്ച നിങ്ങൾക്ക് കുറച്ചുകൂടി ഡയറക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിറ്റ്കോയിൻ്റെ പ്രൈസ്, ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരിടത്തും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് പ്രശ്നമെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈം വേണമെങ്കിൽ സൈഡ് വേസ് നിൽക്കാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് സൈഡ് വേസ് നിൽക്കുന്ന ടൈം ആൾട്ട് കോയിൻസ് വേണമെങ്കിൽ വീണ്ടും പുതിയ ഹൈ നോക്കി പോകാം. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മൊത്തത്തിൽ ഡൗണിലോട്ട് വേണമെങ്കിൽ പോകാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോയാൽ ഉറപ്പായിട്ട് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും അതനുസരിച്ച് പോകുന്നതായിരിക്കും. പലരും പറയും ഇനി ആൾട്ട് കോയിൻ സീസൺ വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. ആൾട്ട് കോയിൻസിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു 60-70% ഫിനിഷായി. ഓക്കെ, കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കാം. XRP ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏകദേശം $5 ആണ് ടാർഗറ്റ്. ഓക്കെ, $5 ടാർഗറ്റ്. XRP ഞാൻ നിങ്ങളുടെ ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് 0.30, 0.40 നിങ്ങൾ നോക്കുക. 3 ഏകദേശം ടച്ച് ആയിട്ടുണ്ട്. ഇനി ഏകദേശം $2 ബാക്കി മാത്രമേ ഉള്ളൂ. ഓക്കെ,
അതായത് XRPയും കാർഡിനോയൊക്കെ നല്ല രീതിയിൽ തന്നെ പലർക്കും പ്രോഫിറ്റ് ടോപ്പ് പറ്റിക്കുന്ന എല്ലാ പ്രോജക്റ്റും ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ഏകദേശം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. വെർജൊക്കെ ഏകദേശം 500-600%, അയോട്ട ആവട്ടെ, വെർജ് ആവട്ടെ, CET ആവട്ടെ, സൊളാന ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ പ്രോജക്റ്റും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏകദേശം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മാത്രമേ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ കയ്യിലും മിക്കവരുടെ കയ്യിലും ഒരു 60% അല്ലെങ്കിൽ ഒരു 50% മാത്രമായിരിക്കും ക്വാണ്ടിറ്റി ഹോൾഡിംഗ്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് പലരും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സെൽ ടാർഗറ്റ് മുമ്പ് പല വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നതനുസരിച്ച് സെല്ല് ചെയ്യുക. ഓക്കെ, ഇനി XRP എന്ന് പറയുന്നത് ഏകദേശം $5 എത്തുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങൾ സെല്ല് ചെയ്യുക. ഓക്കെ, അവിടെ പോയിട്ട് നിങ്ങൾ ബാക്കി നിങ്ങളുടെ കയ്യിൽ ഒരു 20% ഹോൾഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം സെല്ല് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് വരിക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വന്നിട്ട് കൂടുതൽ ഇതിൻ്റെ അകത്ത് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല. ഇനി വേറൊരു കാര്യം, നമ്മുടെ യുനിസാപ്പിൻ്റെ ഏകദേശം നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഏകദേശം യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ എന്ന് പറയുന്നത് $18 പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം $5 തൊട്ട് ബൈ പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് $50 മുകളിൽ വരെ പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ എന്ന് പറയുന്നത് ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. $4, $5 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ഇത് നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ ഞാൻ പലർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 80,000-90,000 INR വെർത്തായിട്ടുള്ള യുനിസാപ്പിൻ്റെ എയർ ഡ്രോപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, പലർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത അയോട്ട എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അയോട്ടയൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. 0.10 പലതവണ പറഞ്ഞതാണ്. അയോട്ട ഏകദേശം നല്ല രീതിയിൽ തന്നെ ഹൈയിലോട്ട് പോയിട്ടുണ്ട്. ഏകദേശം 0.63 പോയിട്ട് ഇപ്പോൾ റെസ്റ്റാണ്. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ സൈഡ് വേസ് നിന്നിട്ട് വീണ്ടും പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീണ്ടും പ്രോഫിറ്റ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് ആൾട്ട് കോയിൻസ് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ എല്ലാ കോയിനും ഡൗൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കമ്പയർ ചെയ്തതിനനുസരിച്ച് ഡൗൺ ആണ്. ഓക്കെ, ഇനി മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ സൈഡ് വേസ് നിൽക്കുകയാണെങ്കിൽ വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ $104,000 എന്ന് പറഞ്ഞ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു ഹൈയിലോട്ട് പോകാം. ഇനി എത്ര വരെ ഹൈയിലോട്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ 1,20,000 അല്ലെങ്കിൽ 1,25,500 വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസിന് ഹൈ എന്ന രീതിയിലോട്ട് പോകും. ഓക്കെ, $98,000 അല്ലെങ്കിൽ $95,000 ആയ ടൈം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സെല്ല് സ്റ്റാർട്ട് ചെയ്യും ഉള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സ്ട്രോങ് സെല്ല് കാരണമാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കണ്ടോ. ഏകദേശം $14,000 പെട്ടെന്ന് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡൗണിലോട്ട് പോയത്. ആ ഒരു ടൈം തന്നെയാണ് ചെറിയൊരു വേരിയേഷനിൽ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും വന്നത്. അതിനുശേഷം വീണ്ടും സൈഡ് വേസ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക മീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരാഴ്ച മാർക്കറ്റ് കണ്ടീഷൻ ഗോൾഡിൻ്റെ പ്രൈസ് സ്റ്റാർട്ടായിട്ട് അത് അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുക. അല്ലാതെ വന്നിട്ട് ചെയ്യരുത്, റിസ്ക് കൂടുതലാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏകദേശം ടോപ്പ് എന്ന രീതിയിൽ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴാണ് അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം ഇനി ക്രാഷ് ആവുന്നതായിരിക്കും. ക്രാഷ് ആവുന്ന ടൈം നമ്മൾ വീണ്ടും വന്നിട്ട് ബൈ ചെയ്യുന്നതായിരിക്കും. ബൈ ചെയ്യുന്ന ടൈം എന്ന് പറയുന്ന വാച്ച് ലിസ്റ്റിൽ പല പ്രോജക്റ്റ് നമ്മൾ മാറ്റുന്നതായിരിക്കും. കാരണം പുതിയ പ്രോജക്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ കുറേ വേരിയേഷൻ ഉണ്ടായിരിക്കും. പലതിൻ്റെ ഇനി ബൈ പ്രൈസ് റേഞ്ചൊക്കെ വ്യത്യാസമായിരിക്കും. കാരണം ഇനി ചിലപ്പം XRP ഒക്കെ നേരത്തെ 0.30 $0.4 ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇനി ചിലപ്പോൾ ഞാൻ പറയുന്നത് 0.60 0.75 നിങ്ങളുടെ അടുത്ത് ബൈ വന്നിട്ട് ലോങ് ടൈമിന് ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ വീണ്ടും എൻ്റർ ആവാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ഓരോന്നിലും പ്രൈസ് വേരിയേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ,